വാപ്പ ഏതാണ് ഉമ്മ ഏതാണെന്നറിയപ്പെടാതെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ ആശുപത്രിയുടെ മുമ്പിലെ കുപ്പത്തൊട്ടുകളിൽ, ഫ്ളാറ്റിന്റെ താഴെ, നഗരങ്ങളിൽ, വഴിയോരങ്ങളിൽ കടലാസിൽ പൊതിഞ്ഞുകൊണ്ട്, ടാർപ്പായിൽ പൊതിഞ്ഞുകൊണ്ട് ജീവനുള്ള കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന എത്രയെത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. വിശുദ്ധ ഇസ്ലാം പറയുകയാണ്, ഇവിടെ മനുഷ്യകുലത്തിലെ എല്ലാവർക്കും നിർബന്ധമാണ് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തേണ്ടത്. ആ കുഞ്ഞിന്റെ മാതൃത്വം പിതൃത്വം അറിയില്ല, ആരാണ് പിതാവ് ആരാണ് മാതാവ് എന്നറിയില്ല. പക്ഷേ ആ കുഞ്ഞിന് ജീവനുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടത് ഫർളു കിഫയാണ്. ആരും ചെയ്യാതെ കണ്ടുനിന്ന് ഫോട്ടോ എടുത്ത് ലൈവ് വിട്ട് എന്നല്ലാണ്ട് ആ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആരും തയ്യാറായില്ലെങ്കിൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ കണക്കിൽ കുറ്റക്കാരാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം. ദീനിന്റെ നിയമമാണ്. അതിന് പൊതുപ്രവർത്തകരെ വരട്ടെ എന്ന് കാത്തിരിക്കരുത്, അതിന് പാലിയേറ്റീവ് വരട്ടെ എന്ന് വിചാരിക്കരുത്, ചൈൽഡ് കെയർ എന്ന ആള് വരട്ടെ എന്ന് വിചാരിക്കരുത്, ആംബുലൻസ് വരട്ടെ കാത്തിരിക്കരുത്. നമ്മളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുന്നതാണോ ആ ജീവൻ രക്ഷപ്പെടുത്താൻ ഇടപെട്ടേ പറ്റൂ. വമൻ നഹ്യാഹാ, അതിന് തെളിവ് ഫുഖഹാക്കൾ പറയുന്നത് ഈ ആയത്താണ്, സൂറത്തുൽ മാഇദയിലെ വമൻ നഹ്യാഹാ. ഒരു ജീവനെ ആരെങ്കിലും രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, മനുഷ്യരെ മുഴുവൻ ജീവൻ കൊടുത്ത് സംരക്ഷിച്ചതിന്റെ കൂലിയാണതിന്. ഒരു ജീവനാണെങ്കിലും 1000 ജീവനാണെങ്കിലും അത് മൂല്യമുള്ളതാണ്. അത് ബോംബെറിഞ്ഞോ വെടിവെച്ചുകൊണ്ടോ യുദ്ധം ചെയ്തുകൊണ്ടോ നിരപരാധികളായ മനുഷ്യരെ ആരുടെയും ജീവൻ എടുക്കാൻ, ഒരു കുഞ്ഞിന്റെ ജീവൻ പോലും എടുക്കാൻ അള്ളാഹുവിന്റെ ശരീഅത്ത് ആരെയും അനുവദിച്ചിട്ടില്ല, ആരെയും അനുവദിച്ചിട്ടില്ല. എന്ത് പേരുകൊണ്ടാണെങ്കിലും, രാഷ്ട്രീയമായോ സാമൂഹികമായോ ഏതെല്ലാം തരത്തിലുള്ള കാരണങ്ങൾ ഒരു രാജ്യത്തുണ്ടാകാം, പക്ഷേ ജീവന്റെ വില അള്ളാഹു നിശ്ചയിച്ചത് വളരെ വലുതാണ്. കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന ഉമ്മയേതാണോ വാപ്പയേതാണോ എന്ന് പോലും അറിയാത്ത ഒരു കുഞ്ഞിനെ പോലും രക്ഷിക്കേണ്ടത് സർവ്വ മനുഷ്യരുടെയും ബാധ്യതയാണെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്ന ജീവനോടെ നടക്കുന്ന ബോധ്യമുള്ള തലച്ചോറുള്ള അറിവ് പഠിക്കാൻ പോകുന്ന പിഞ്ചുമക്കളടക്കം മുതിർന്നവരടക്കമുള്ള മനുഷ്യരുടെ ജീവന് എത്ര മഹത്വം ദീൻ കൽപ്പിച്ചിട്ടുണ്ട്, എത്ര മഹത്വം! ഈ ആളറിയാതെ കിടക്കുന്ന ജീവന് ഇത്ര മഹത്വമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മഹത്വം എത്രയാണ്?